ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് അപ്രോച്ചസ് ടു സൈക്കോളജി എന്നുള്ളതാണ്. അപ്രോച്ചസ് ടു സൈക്കോളജി അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്നൊക്കെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പല ടെക്സ്റ്റിലായിട്ട് കാണാനായിട്ട് പറ്റും. എന്തു തന്നെയാണെങ്കിലും സംഭവം വളരെ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി എന്ത് പഠിക്കണം എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നിന്ന് അതിനുത്തരമായിട്ട് വന്നതാണ് വിവിധ അപ്രോച്ചസ്. സൈക്കോളജിയിൽ കാണുന്ന വിവിധ അപ്രോച്ചസുകൾ. സൈക്കോളജി എന്ത് പഠിക്കണം, സൈക്കോളജി എന്തിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നതാണ് സൈക്കോളജിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള അപ്രോച്ച്. അതിലാദ്യത്തേതാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന അപ്രോച്ച്. ആദ്യകാലത്ത് സൈക്കോളജി ഫോക്കസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ സൈക്കോളജിയിൽ വ്യാപകമായി കണ്ടുവന്നിരുന്നത് ഫിലോസഫിക്കലായിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റഡി ഓഫ് സോൾ എന്നോ അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് മൈൻഡ് എന്നോ എന്നുള്ള രീതിയിലുള്ള കുറേ ഐഡിയോളജീസിലൂടെ ആയിരുന്നു സൈക്കോളജി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 1879 ശേഷം വിൽഹം വുണ്ട് സൈക്കോളജി ഒരു സയൻറ്റിഫിക് സ്റ്റഡി എന്ന പരിവേഷം ചാർത്തിയതിന് ശേഷം ഈ ഒരു അപ്രോച്ചസിൽ അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടിൽ മാറ്റം വരികയുണ്ടായി. അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒന്നാമത്തെ അപ്രോച്ചാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിൽഹം വുണ്ടാണ് ഫാദർ ഓഫ് സ്ട്രക്ചറലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്, സ്ട്രക്ചറലിസത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു സ്ട്രക്ചറലിസം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത രണ്ട് പേരാണ് വിൽഹം വുണ്ടും അതുപോലെ തന്നെ എഡ്വാർഡ് തിഷ്ണർ എന്ന് പറയുന്ന രണ്ട് പേരാണ്. ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രക്ചറലിസം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈക്കോളജി ഷുഡ് ഫോക്കസ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ദ മൈൻഡ് ഓർ ബേസിക് എലമെൻറ്റ് ഓഫ് ദ മൈൻഡ് എന്നുള്ളതാണ്. അതായത് സൈക്കോളജി എന്ത് പഠിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് സ്ട്രക്ചറലിസ്റ്റുകൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ ബേസിക് എലമെൻറ്റിനെ കുറിച്ചോ പഠിക്കണം എന്നുള്ളതാണ് സ്ട്രക്ചറലിസം പറയുന്നത്. അപ്പം അതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു സൈക്കോളജിക്കൽ എക്സ്പീരിയൻസിനെ തിരിച്ചറിയുന്നതിനോ അതിനെക്കുറിച്ച് കൂടുതലോ പഠിക്കുന്നതിനായിട്ട് അതിനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ബേസിക് എലമെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുകയും ആ ഒരു ഡിവൈഡ് ചെയ്ത ബേസിക് എലമെൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അതിൻ്റെ ബേസിൽ നിങ്ങൾ ആ ഒരു ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യണമെന്നാണ് സ്ട്രക്ചറലിസ്റ്റുകൾ പറയുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ആപ്പിൾ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ അല്ലെങ്കിൽ അതിനെ കുറേ ബേസിക് എലമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ കളർ ഒരു എലമെൻ്റാണ്, അതിൻ്റെ ഷേപ്പ് ഒരു എലമെൻ്റാണ്, അതിൻ്റെ വെയ്റ്റ് ഒരു എലമെൻ്റാണ്, അതിൻ്റെ ടെക്സ്ചർ ഒരു എലമെൻ്റാണ്, അതിൻ്റെ ടേസ്റ്റ് ഒരു എലമെൻ്റാണ്. അങ്ങനെ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ വിവിധ ബേസിക് എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ എലമെൻറ്റിൻ്റെയും പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്ത് പെർസീവ് ചെയ്യുന്നു, അതൊരു ആപ്പിളാണെന്ന് പെർസീവ് ചെയ്യുന്നു. ഇതാണ് സ്ട്രക്ചറലിസത്തിൻ്റെ ബേസിക് കമ്പോണൻസ്. ഇതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോസസ്സിനെയും പല 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 കമ്പോണൻ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ആ കമ്പോണൻറ്റിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് കൂടുതൽ മനസ്സിലാക്കി അതിൻ്റെ ആ ഒരു ഏറ്റവും ഫൈനൽ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ എൻഡ് പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു തീരുമാനത്തിൽ എത്തണം എന്നാണ് സ്ട്രക്ചറലിസ്റ്റുകൾ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ കുറിച്ചോ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സ്ട്രക്ചറലിസ്റ്റുകൾ ഉപയോഗിച്ച ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രോസ്പെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള തോട്ട്സിനെ കുറിച്ചോ മെൻ്റൽ ആക്ടിവിറ്റീസിനെ കുറിച്ചോ സൈക്കോളജിക്കൽ പ്രോസസ്സിനെ കുറിച്ചോ അയാൾ അതിനെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ഒരു കൺക്ലൂഷനിലെത്തുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബേസിക് എലമെൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോസസ്സാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സ്ട്രക്ചറലിസത്തിൻ്റെ ഹോൾമാർക്കായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇൻട്രോസ്പെക്ഷൻ ഏത് സ്കൂളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണു അടച്ച് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. അത് സ്ട്രക്ചറലിസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്, അല്ലെങ്കിൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന അപ്രോച്ചിലാണ് ഇൻട്രോസ്പെക്ഷൻ വരുന്നത് എന്നുള്ള കാര്യം അത് നിസ്സംശയം നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അങ്ങനെ ഈ ഒരു സ്ട്രക്ചറലിസം കുറച്ച് നാൾ
ഇങ്ങനെ ജസ്റ്റ് ലൈം ലൈറ്റിൽ നിന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് എമേർജ് ചെയ്തു വന്ന സൈക്കോളജിസ്റ്റുകൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൻ്റെ ആധികാരികതയെക്കുറിച്ച് അവരിങ്ങനെ ജസ്റ്റ് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അതിലൊന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആവാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഓരോ വ്യക്തികളും അവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോ കാര്യത്തെക്കുറിച്ച് അനലൈസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റിവിറ്റി ചോദ്യം ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണെന്ന് പറയാനായിട്ട് ഒക്കത്തില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രോസസ്സിനെ കുറിച്ച് ഞാൻ പഠിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചതിന് ശേഷം ഞാനൊരു കൺക്ലൂഷനിലെത്തുന്നു. അത് എൻ്റെ മാത്രം കൺക്ലൂഷനാണ്. പുറമേ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് അത് എത്രമാത്രം ശരിയാണെന്നോ അതിൻ്റെ ആക്യുറസി എത്രമാത്രം ഉണ്ടെന്നോ കണ്ടുപിടിക്കാനായിട്ട് ഒക്കത്തില്ല, ഡിസൈഡ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. അപ്പം അതും ഇൻട്രോസ്പെക്ഷൻ്റെ ഒരു പോരായ്മ എന്നുള്ള രീതിയിൽ പറയാം. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എക്സ്പീരിയൻസ്, നമ്മുടെ ഇമോഷൻസോ ചില കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്നർ പ്രോസസ്സുകളോ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വാക്കുകളിലൂടെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത്തരം കേസിൽ ഇൻട്രോസ്പെക്ഷൻ വർക്ക് ചെയ്യാനായിട്ട് ചാൻസ് കുറവാണ്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ച് പിൽക്കാലത്ത് ഒത്തിരിയധികം ക്രിറ്റിസൈസത്തിന് വിധേയം ആവുകയും അത് ഔട്ട്ഡേറ്റഡ് ആണെന്നുള്ള രീതിയിൽ വിധി എഴുതുകയും ചെയ്തു. അങ്ങനെയാണ് രണ്ടാമത്തെ അപ്രോച്ച് അവിടെ വരുന്നത്. സ്ട്രക്ചറലിസത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന രണ്ടാമത്തെ അപ്രോച്ചാണ് ഫങ്ഷണലിസം. ഫങ്ഷണലിസം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് മൈൻഡിൻ്റെ സ്ട്രക്ചറിലല്ല, മറിച്ച് മൈൻഡിൻ്റെ ഫങ്ഷനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഈ ഒരു ഫങ്ഷണലിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫങ്ഷണലിസത്തിൻ്റെ പിതാവ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്കോളറായിരുന്ന വില്യം ജെയിംസ് ആണ്. ഈ വില്യം ജെയിംസ് ആണ് ഫങ്ഷണലിസത്തിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. വില്യം ജെയിംസിനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മൈൻഡിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഈ മൈൻഡിൻ്റെ ഫങ്ഷൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ ആൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പർപ്പസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ്. ആ കോൺഷ്യസ്നെസ് എക്സ്പീരിയൻസ്, നമ്മുടെ കോൺഷ്യസ് എക്സ്പീരിയൻസ് ഇതുപോലെയുള്ള കാര്യങ്ങളിലാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മൈൻഡിൻ്റെ ഫങ്ഷൻസായ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിൻ്റെ പർപ്പസ് എന്നുള്ള രീതിയിൽ ഒരു പുതിയ സിറ്റുവേഷൻസിൽ മനുഷ്യർ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു, അതുപോലെ തന്നെ അവരുടെ വർക്ക് ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ പ്ലേ ബിഹേവിയർ എങ്ങനെയാണ്, ഇതുപോലെയുള്ള കാര്യത്തിലാണ് സൈക്കോളജി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് വില്യം ജെയിംസ് പറയുന്നത്. ഈ ഫങ്ഷണലിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് വില്യം ജെയിംസിനെ സഹായിച്ചത് ചാൾസ് ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഈ ഒരു കൺസെപ്റ്റിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ഫങ്ഷണലിസം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് വില്യം ജെയിംസ് എത്തിച്ചേർന്നത്. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് പറയുന്നത്? അതായത് പുതിയൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ, തികച്ചും അപരിചിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആ ഒരു സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫിസിയോളജിക്കൽ ട്രെയ്റ്റ്സ് ഉള്ള അനിമൽസ് മാത്രമാണ് ഇത്തരം സിറ്റുവേഷൻസിനെ അഡാപ്റ്റ് ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷനിൽ സർവൈവ് ചെയ്യുന്നത്. അതിനുള്ള കാലിബറുള്ള ആ ഒരു സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള കാലിബറുള്ള ആനിമൽസിനെ പ്രകൃതി തന്നെ സെലക്ട് ചെയ്യുന്നു. അപ്രകാരം ആ ഒരു ഫിസിക്കൽ ട്രെയ്റ്റ്സ് ഉള്ള അനിമൽസ് അവരുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ആ ഒരു ജീൻസിനെ പാസ് ചെയ്യുന്നു. ഇതുപോലെയുള്ള കൺസെപ്റ്റൊക്കെയാണ് ഈ നാച്ചുറൽ സെലക്ഷനകത്ത് കൂടുതലും ഡാർവിൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം വില്യം ജെയിംസിനെ സംബന്ധിച്ചിടത്തോളം വില്യം ജെയിംസ് പറയുന്നത് പുതിയ സിറ്റുവേഷൻസിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫിസിയോളജിക്കൽ ട്രെയ്റ്റ്സ് ഒരു ഇൻഡിവിജ്വലിൽ എപ്രകാരം ഉണ്ടോ അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് അവരുടെ മെൻ്റൽ ട്രെയ്റ്റ്സിനും കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ജെയിംസ് പറയുന്നത്. അപ്പം അത് പ്രകാരം പുതിയൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അതിൽ അഡാപ്റ്റ് ചെയ്യുവാനും ആ ഒരു സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുവാനും ആയിട്ടുള്ള മെൻ്റൽ ട്രെയ്റ്റ്സിലാണ് സൈക്കോളജി കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് ഒബ്സർവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ ഒരു നാച്ചുറൽ സെലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വില്യം ജെയിംസ് കൊണ്ടുവന്നിരിക്കുന്നത്.
വില്യം ജെയിംസിനെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1890 പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പുസ്തകം വില്യം ജെയിംസ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഇതാണ് സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടുള്ള വളരെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. അതായത് 1890 പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ടെക്സ്റ്റ് സൈക്കോളജിയിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഓതർ വില്യം ജെയിംസ് ആണ്. അതൊരു മൈൽ സ്റ്റോൺ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പം അതൊന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിഹേവിയറിസം എന്ന് പറയുന്ന അപ്രോച്ചാണ്. സൈക്കോളജിയുടെ പുതിയൊരു അപ്രോച്ചായിട്ടുള്ള ബിഹേവിയറിസത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 1900 ഈ ഒരു ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ഈ ഒരു അപ്രോച്ച് അവിടെ ഡെവലപ്പ് ചെയ്യുകയുണ്ടായത് 1900 വരുമ്പോഴത്തേക്ക് സ്ട്രക്ചറലിസത്തിന് ശേഷം ഫങ്ഷണലിസം, അതുപോലെ തന്നെ ഡൈനാമിക് സൈക്കോ അനലിറ്റിക് അപ്രോച്ച്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്ട്രക്ചറലിസത്തോട് ഏകദേശം അനുഭാവം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു ജോൺ ബി വാട്സൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ്. ബിഹേവിയറിസത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ ബിഹേവിയറിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ ഒരു ജോൺ ബി വാട്സൺ. ഒന്ന് ഓർത്തു വെക്കുക, ഫാദർ ഓഫ് ബിഹേവിയറിസം എന്നറിയപ്പെടുന്നത് ജോൺ ബി വാട്സൺ ആണ്. അപ്പം ജോൺ ബി വാട്സനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, സൈക്കോളജിക്ക് ഫങ്ഷണലിസത്തിൻ്റെയും അതുപോലെ തന്നെ സൈക്കോ അനലിറ്റിക് അപ്രോച്ചിൻ്റെയൊക്കെ ആവിർഭാവത്തോടു കൂടി നഷ്ടപ്പെട്ടു പോയ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മുഖം അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു മുഖം തിരികെ വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വാട്സൺ ബിഹേവിയറിസം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഫങ്ഷണലിസത്തിനകത്ത് പറയുന്നത് കോൺഷ്യസ്നെസ്സിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ് സൈക്കോളജി പഠിക്കേണ്ടതെന്നാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക് അപ്രോച്ചിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലാണ്. അൺകോൺഷ്യസ്നെസ് ആ ഒരു കൺസെപ്റ്റിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ സൈക്കോ അനലിറ്റിക് അപ്രോച്ചൊക്കെ. അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് സൈക്കോളജി ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവബിൾ ബിഹേവിയറിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു ബിഹേവിയറിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ പറയുന്നത്, ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത്. അപ്പം അതിന് ഈ ജോൺ ബി വാട്സൺ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഐവാൻ പാവ്ലോ എന്ന് പറയുന്ന റഷ്യൻ ഫിസിയോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്കിന്നർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇവരെല്ലാം ഈ ഒരു ബിഹേവിയറിസ്റ്റിക് പോയിന്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഐവാൻ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് ഈ ഒരു സ്കിന്നർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള കൺസെപ്റ്റിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ ഒരു ബിഹേവിയറിസം എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ച് ജോൺ ബി വാട്സൺ ഡെവലപ്പ് ചെയ്തത്. ഈ ബിഹേവിയറിസത്തിൻ്റെ തീം എന്ന് പറയുന്നത് എല്ലാ ബിഹേവിയേഴ്സും ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻഷിപ്പിൽ അധിഷ്ഠിതമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് എൻവയോൺമെൻറ്റിൽ നിന്ന് ഒരു സ്റ്റിമുലസ് കിട്ടുമ്പോൾ ആ ഒരു സ്റ്റിമുലസിനോടുള്ള ഓർഗാനിസത്തിൻ്റെ റെസ്പോൺസാണ് അവനിൽ ഒരു ബിഹേവിയറായിട്ട് വരുന്നതെന്നാണ് ഈ ഒരു വാട്സൺ പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു, അവിടെ സ്വിച്ച് ഇടുക എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസും ലൈറ്റ് കത്തുക എന്ന് പറയുന്നത് ഒരു റെസ്പോൺസും ആണ്. ഓക്കെ, ഈ ബിഹേവിയറിസത്തിനകത്ത് വാട്സൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കോട്ടുണ്ട്. അതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്: വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡസൻ ഇൻഫൻസിനെ എനിക്ക് തരിക, അവരെ ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ എൻവയോൺമെൻറ്റിൽ ഞാൻ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫോം ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും എനിക്ക് അവരെ ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അവരെ എനിക്ക് ഒരു ഡോക്ടറാക്കാനായിട്ടൊക്കെ വേണമെങ്കിൽ എനിക്ക് ലോയർ ആക്കാം, ആർട്ടിസ്റ്റാക്കാം, കച്ചവടക്കാരാക്കാം, ചീഫാക്കാം, അതുപോലെ തന്നെ ബെഗറോ കള്ളനോ ആ ഒരു രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് വാട്സൺ അവിടെ ക്ലെയിം ചെയ്യുന്നത്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ്, എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റിമുലസും അതിനോടുള്ള ഓർഗാനിസത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസും ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ ബിഹേവിയർ അവിടെ ഫോം ചെയ്യുന്നതെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഒരു വാട്സൺ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പം ഇൻ എസെൻസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയറിസം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയേഴ്സിലാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഒബ്സർവബിൾ ബിഹേവിയറിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് എന്നാണ് ബിഹേവിയറിസത്തിനകത്ത് പറയുന്നത്.